ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, റിമാമിസ് ആണ്. യെസ്, നമ്മുടെ ത്രൂ ദ ഓഷ്യൻ, സമുദ്രങ്ങളിലൂടെ എന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് 5 പ്രധാനപ്പെട്ട ഓഷ്യൻസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പസഫിക് ഓഷ്യൻ അല്ലെങ്കിൽ പസഫിക് സമുദ്രം എന്ന് പറയുന്നത്. ഈ പസഫിക് ഓഷ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലുതാണ് കേട്ടോ. പസഫിക് ഓഷ്യൻ ആണ് ലാർജസ്റ്റ്, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഓഷ്യൻ ആണ് എന്താ, പസഫിക് ഓഷ്യൻ. അതുപോലെ ഡീപ്പസ്റ്റ്, ആഴമേറിയതുമായിട്ടുള്ള സമുദ്രമാണ് പസഫിക് ഓഷ്യൻ എന്ന് പറയുന്നത്. About 1/3 of the Earth's surface is covered by this ocean. ഭൗമോപരിതലത്തിന്റെ 1/3 ഭാഗത്തോളം എന്താണ്, നമ്മുടെ ഈ ഒരു ഓഷ്യനാൽ എന്താണ്, കവേർഡ് ആണ്. ഓക്കെ, ഈ ഒരു ഓഷ്യനാൽ കവേർഡ് ആണ് എന്ത് നമ്മുടെ പസഫിക് സമുദ്രം എന്ന് പറയുന്നത്. പസഫിക് സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന കോണ്ടിനെന്റ്സ്, ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? യെസ്, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അതുപോലെ എന്താണ് ഏഷ്യ, ഓസ്ട്രേലിയ അല്ലെ. അപ്പൊ ഈ ഒരു കോണ്ടിനെന്റ്, ഈ ഒരു ഭൂഖണ്ഡങ്ങൾക്കിടയിലാണ് എന്താ നമ്മുടെ പസഫിക് സമുദ്രം അല്ലെങ്കിൽ പസഫിക് ഓഷ്യൻ വരുന്നത്. നമുക്കറിയാം എന്താണ്, യെസ്, കോണ്ടിനെന്റ്സിൽ ചുറ്റപ്പെട്ട എന്താണ് ഒരു വാട്ടർ ബോഡീസിനെയാണ് നമ്മൾ സമുദ്രം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ്, ഏതൊക്കെ കോണ്ടിനെന്റ്സ് ആണ് നമ്മുടെ പസഫിക് ഓഷ്യന് ചുറ്റുമുള്ളത്? നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക ആൻഡ് ഓസ്ട്രേലിയ ആണ് അല്ലെ. അപ്പം നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ സമുദ്രമാണ്, ഏറ്റവും ആഴമേറിയ സമുദ്രം കൂടിയാണിത്. അതുപോലെ എന്താണ്, നമ്മുടെ എർത്തിലെ തന്നെ നോക്കുകയാണെങ്കിൽ എന്താ 1/3 ഭാഗത്തോളം പസഫിക് സമുദ്രമാണ് കേട്ടോ. ഓക്കെ, ദെൻ ലോകസഞ്ചാരി ആയിട്ടുള്ള മഗല്ലനാണ് എന്ത് പറഞ്ഞത്, പസഫിക് സമുദ്രത്തിന് ആ ഒരു പേര് നൽകിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ പോയിന്റ് നിമോ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? കരയിൽ നിന്നും ഏറ്റവും അകലെയുള്ള സമുദ്രഭാഗമാണിത്. അത് എവിടെയാണെന്നറിയോ? അത് നമ്മുടെ പസഫിക് സമുദ്രത്തിലാണ്. അത് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കാം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് നമ്പർ ഓഫ് ഐലൻഡുകൾ, ഒരുപാട് നമ്പർ ഓഫ് ദ്വീപുകൾ എവിടെയുണ്ട്? നമ്മുടെ പസഫിക് സമുദ്രത്തിൽ, പസഫിക് ഓഷ്യനിൽ ഉണ്ട്. അപ്പൊ അതിൽ എന്താണ് പ്രധാനപ്പെട്ട ദ്വീപ സമൂഹങ്ങളാണ് നമ്മുടെ ഫിലിപ്പീൻസ്, ജപ്പാൻ, ഹവായി, ന്യൂസിലാൻഡ്. ഇതൊക്കെയാണ് അവിടുത്തെ തന്നെ പ്രധാനപ്പെട്ട ദ്വീപ സമൂഹങ്ങൾ അഥവാ മേജർ ഐലൻഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയല്ലേ നമ്മുടെ പസഫിക് സമുദ്രത്തിലുള്ള തന്നെ ഏറ്റവും ആഴമേറിയ ഭാഗമാണ് കേട്ടോ. ആഴമേറിയ ഭാഗം ഏതാണെന്നറിയോ? മരിയാന ട്രെഞ്ചിലുള്ള ചലഞ്ചർ ഗർത്തമാണ്. ഓക്കെ, മരിയാന ട്രെഞ്ചിലെ തന്നെ എന്താണ്, യെസ്, ചലഞ്ചർ ഡീപ്പാണ് കേട്ടോ. ചലഞ്ചർ ഗർത്തമാണ് ഇവിടെ ഉള്ളത്. മരിയാന ട്രെഞ്ചിലുള്ള ചലഞ്ചർ ഗർത്തമാണ് നമ്മുടെ പസഫിക് ഓഷ്യനിലുള്ള തന്നെ ഏറ്റവും ആഴമേറിയ ഭാഗമാണ് ഈ പറയുന്നത് മരിയാന ട്രെഞ്ചിലുള്ള ചലഞ്ചർ ഗർത്തമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് പറഞ്ഞോ, മേജർ ഐലൻഡുകൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഏതൊക്കെ ഐലൻഡുകളാണ് പറഞ്ഞത്? യെസ് അല്ലേ, അവിടെ ഏതൊക്കെയാ? ഫിലിപ്പീൻസ്, ജപ്പാൻ, ഹവായി, ന്യൂസിലാൻഡ്, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യം വരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ചോദിച്ചത് എന്താണ്? ഏറ്റവും ആഴമേറിയ ഭാഗം മരിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഡീപ്പാണ് അല്ലേ. ദെൻ അതിർത്തി പങ്കിടുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? യെസ്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഏഷ്യ ആൻഡ് ഓസ്ട്രേലിയ, ഇതല്ലേ. അപ്പോൾ പസഫിക് സമുദ്രത്തെക്കുറിച്ച് നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ ഓരോ സമുദ്രത്തിനെ കുറിച്ച് ആയിക്കോട്ടെ, ഇതിനൊക്കെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടത് നമ്മുടെ വലുപ്പത്തിൽ ഏത് പൊസിഷനിലാണെന്ന് പറയുക. അതുപോലെ ഇതിനെ ചുറ്റിയുള്ള കോണ്ടിനെന്റ്സ്, ഇതിൻ്റെ ചുറ്റുള്ള ആ ഒരു സമുദ്രത്തിന് എന്താണ് കോണ്ടിനെന്റ്സുകൾ ഏതൊക്കെയാണ്, ചുറ്റുള്ള ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാന്ന് പഠിക്കുക. അവിടുത്തെ തന്നെ ആഴമേറിയ ഭാഗം മരിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തമാണ് ഇവിടുത്തെ ആഴമേറിയ, ഏറ്റവും ലോകത്തിലെ തന്നെ ആഴമേറിയ ഭാഗം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഐലൻഡുകൾ, ഏതൊക്കെ ദ്വീപ സമൂഹങ്ങളാണുള്ളതെന്ന് പഠിക്കുക കേട്ടോ. ഇവിടെ പറയുമ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫിലിപ്പീൻസ്, ജപ്പാൻ, ഹവായി, ന്യൂസിലാൻഡ് ഒക്കെ ആയിരുന്നല്ലേ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഐലൻഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പസഫിക് സമുദ്രത്തെക്കുറിച്ച് നിങ്ങൾ എന്തായാലും പഠിക്കേണ്ടതാണ്. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഓഷ്യൻ കൂടിയാണ് പസഫിക് ഓഷ്യനും അടുത്തത് ഇന്ത്യൻ ഓഷ്യനും. അപ്പോൾ ഇതേപോലത്തെ എന്താണ് കണ്ടന്റുകളായിട്ട് മിസ് ഇനിയും വരും. ബൈ ഗൈസ്.